ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ശഅബാൻ എന്ന പേരിന് അർത്ഥം തന്നെ അനുഗ്രഹങ്ങൾ കുത്തിച്ചൊരിയുന്നത് എന്നാണ്. ഖൈറുകളുടെ, നന്മകളുടെ മലമ്പാത എന്നാണ് ശഅബാൻ എന്നുള്ളതിൻ്റെ അർത്ഥം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരുപാട് നന്മകളുള്ള, ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു വാരിക്കോരി നൽകുന്ന മാസമാണ് വിശുദ്ധ ശഅബാൻ. ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സവിധത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹറൻ മിനശ്ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. അങ്ങ് ശഅബാനിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റു മാസങ്ങളിലൊന്നും നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ശഅബാനിന് ഇത്രയും വലിയ പ്രാധാന്യം അങ്ങ് നൽകുന്നത്? ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ذلك شهر يغفل الناس عنه بين رجب ورمضان. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് വിശുദ്ധ ശഅബാൻ. റജബ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്, അള്ളാഹു പവിത്രമാക്കിയ മാസമാണെന്നുള്ളത് കൊണ്ട് എല്ലാവരും ബഹുമാനിക്കും. റമദാനും അങ്ങനെ തന്നെ. അതിനിടയിൽ ശഅബാനിനെ പലരും അശ്രദ്ധരായി കാണുന്നു. അപ്പൊ അതുകൊണ്ടാണ് അശ്രദ്ധരായി ജനങ്ങൾ അശ്രദ്ധമായി കാണുന്ന കാര്യങ്ങൾക്ക് മഹത്വം നൽകുക എന്നുള്ളത് വലിയ കാര്യമാണ്. എന്തായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. അതുകൊണ്ട് എൻ്റെ അമൽ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായ രൂപത്തിൽ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞൊരു വിഷയം, അശ്രദ്ധമാകുന്ന നന്മകളെ ശ്രദ്ധിക്കണമെന്ന ഒരു സന്ദേശമാണ് മുത്തുനബി നമുക്ക് നൽകുന്നത്. ജനങ്ങൾ അശ്രദ്ധമായി കാണുന്ന, കൂടുതൽ ആരും ചെയ്യാത്ത നന്മകൾ നമ്മൾ ചെയ്യണം. അതിന് പ്രത്യേക പവറുകളാണ്. ജനങ്ങൾ അശ്രദ്ധമാകുന്ന കാലത്ത് കൂടുതൽ ശ്രദ്ധയോടെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് ഇരട്ടിയായി 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന മിൻ വറാഇകും അയ്യാമൻ അസ്വബ്റു ഫീഹിന്ന മിസ്ലുൽ ഖബ്ളി അലൽ ജംറ. നിങ്ങൾക്ക് പിറകെ ചില ദിവസങ്ങൾ വരാനുണ്ട്. ആ കാലത്ത് ദീനനുസരിച്ച് മുറുകെ പിടിച്ച് ക്ഷമയോടെ ജീവിക്കുക എന്നുള്ളത് തീക്കനൽ കയ്യിൽ പിടിച്ച് ജീവിക്കുന്നത് പോലെയാണ്. ലിൽആമിലി ഫീഹിന്ന മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. ആ കാലത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് നിങ്ങളിൽ നിന്നുള്ള 50 ആളുകളുടെ അമലുകളുടെ പ്രതിഫലമുണ്ട്. സ്വഹാബത്തിനോടാണ് മുത്തുനബി പറയുന്നത്. സ്വഹാബികൾ ചെയ്ത 50 സ്വഹാബികൾ ചെയ്ത നന്മകളുടെ പ്രതിഫലമാണ് ഇന്നത്തെ കാലത്ത് നന്മകൾ ചെയ്താൽ അള്ളാഹു നമുക്ക് നൽകുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, നമ്മിൽ നിന്നുള്ള 50 ആണോ അതല്ല അവരിൽ നിന്നുള്ള 50 ആണോ? പറഞ്ഞു, ബൽ അജ്റു 50 മിൻകും. നിങ്ങളിൽ നിന്നുള്ള, സ്വഹാബികളിൽ നിന്നുള്ള 50 ആളുകളുടെ പ്രതിഫലമാണ് ഈ കാലത്ത് ക്ഷമയോടുകൂടെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് ഉണ്ടാവുക എന്ന് കാലങ്ങൾക്ക് മുമ്പ് ഹബീബായ മുത്തു റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹി നിസ്കാരത്തിന് മറ്റു നിസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടാണിത്. കാരണം കൂടുതൽ ആളുകളും ഉറങ്ങിപ്പോകുന്ന സമയമാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് മറ്റു സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതിന്റെ കാരണവും വളരെ കുറച്ചാളുകൾ മാത്രമേ
അത് നിർവഹിക്കാറുള്ളൂ എന്നുള്ളതാണ്. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യുഹ്ശറുന്നാസു ഫീ സഈദിൻ വാഹിദിൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ജനങ്ങളെയൊക്കെ ഒരു മലഞ്ചെരുവിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഫയുനാദി മുനാദിൻ, ഒരാളിങ്ങനെ വിളിച്ചു പറയും, അയ്നല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. തഹജ്ജുദ് നിസ്കരിച്ചിരുന്നവരെവിടെ? സുബ്ഹാനല്ലാഹ്, അവരെഴുന്നേൽക്കും. വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. മുത്തുനബി പറയുന്നു, യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയും കൂടാതെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. സുമ്മ യുഅ്മറു ബിസാഇരി നാസി ഇലൽ ഹിസാബ്, പിന്നെയാണ് മറ്റു ജനങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്നത്. പറഞ്ഞു വന്നത്, അശ്രദ്ധമാകുന്ന നന്മകൾ നമ്മൾ ചെയ്യണം. അതുപോലെ ഷാബാനിനെ ചില ആളുകളൊന്നും പരിഗണിക്കില്ല, അതിന് പവർ നൽകൂല. അപ്പൊ നമ്മൾ അതിന് പവർ നൽകി, അതിന്റെ മഹത്വം മനസ്സിലാക്കി തൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കണം. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.